ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂട്ട്, സ്റ്റെം, ലീഫ് എന്നിവയുടെ പ്രൈമറി സ്ട്രക്ചർ പ്രാഥമിക ഘടന ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റൂട്ട്, സ്റ്റെം തുടങ്ങിയവയുടെ സെക്കൻഡറി സ്ട്രക്ചർ ദ്വിതീയ ഘടനയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മൊഡ്യൂളിൽ പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് സെക്കൻഡറി വുഡ്, ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡിയം, ലെന്റിസെൽസ്, ആനുവൽ റിംഗ് എന്ന ടോപ്പിക്. ഇത് രണ്ട് ടോപ്പിക്കായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ടോപ്പിക്കായിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിൽ. ആദ്യം നമുക്ക് കാണ്ഡത്തിന്റെ ദ്വിതീയ വളർച്ച എന്താണെന്ന്. ഒരു പ്ലാന്റിന്റെ കാണ്ഡത്തിന്റെ ആയാലും വേരിന്റെ ആയാലും പ്രാഥമിക വളർച്ച എന്ന് പറയുന്നത് അഗ്രമെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. ടിപ്പിൽ കാണപ്പെടുന്ന അഗ്രമെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് കാണ്ഡത്തിന്റെ വേരുകളുടെ നീളം കൂടുന്നത്. ഈ വളർച്ചയാണല്ലോ പ്രാഥമിക വളർച്ച അഥവാ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഓരോ സീസൺ അനുസരിച്ച് ഇവയ്ക്ക് വണ്ണം വെക്കാറുണ്ട്. സ്റ്റെം വണ്ണം വെക്കുന്നതനുസരിച്ച് തന്നെ ആ പ്ലാന്റ് റൂട്ടും എന്ത് ചെയ്യും, വണ്ണം വെക്കും. അങ്ങനെ വണ്ണം വെക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ദ്വിതീയ വളർച്ച അഥവാ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത്. സാധാരണ ഡൈക്കോട്ട് പ്ലാന്റുകൾ ആണ് വണ്ണം വെക്കുന്നത്. ഈ ഡൈക്കോട്ട് പ്ലാന്റുകളുടെ സ്റ്റെമ്മും റൂട്ടും മാത്രമേ സെക്കൻഡറി തിക്കനിങ് ദ്വിതീയ വളർച്ച കാണിക്കാറുള്ളൂ. ഇതിന് സഹായിക്കുന്നത് സൈഡിലായിട്ട് കാണപ്പെടുന്ന പാർഷ്യ മെരിസ്റ്റം അഥവാ ലാറ്ററൽ മെരിസ്റ്റമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാറ്ററൽ മെരിസ്റ്റം എക്സാമ്പിൾ ആയിട്ട് വാസ്കുലർ ക്യാമ്പിയം, ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയം, കോർക്ക് ക്യാമ്പിയം തുടങ്ങിയ 3 ടൈപ്പ് ക്യാമ്പിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വാസ്കുലർ ക്യാമ്പിയം ഒരു പ്രൈമറി മെരിസ്റ്റം എക്സാമ്പിളും ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയവും കോർക്ക് ക്യാമ്പിയവും സെക്കൻഡറി മെരിസ്റ്റം എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്. അതായത് ചെടിയുടെ പ്രാഥമിക വളർച്ച തന്നെ രൂപപ്പെടുന്ന മെരിസ്റ്റമാണ് വാസ്കുലർ ക്യാമ്പിയം എന്ന പ്രാഥമിക മെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം. പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു സന്ദർഭത്തിൽ മാത്രം ഉണ്ടാവുന്ന മെരിസ്റ്റമാണ്, അതായത് മെച്ചുവർ ആയിട്ടുള്ള പെർമനന്റ് കോശങ്ങളിൽ ഉണ്ടാകുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം അഥവാ ദ്വിതീയ മെരിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദ്വിതീയ മെരിസ്റ്റമാണ് ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയവും കോർക്ക് ക്യാമ്പിയം. അത് ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മാത്രം പാർശ്വമായിട്ട് സൈഡിൽ ഉണ്ടാവുന്ന മെരിസ്റ്റങ്ങളായിരിക്കും. അവയാണ് പാർശ്വ മെരിസ്റ്റങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് പ്രാഥമിക ഗ്രോത്തിന്റെ ഫലമായിട്ട് ഒരുപാട് വളർന്ന് പുതിയ കോശങ്ങളെയൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇനി വണ്ണം വെക്കാൻ തുടങ്ങുമ്പോൾ പാർശ്വ മെരിസ്റ്റത്തിന്റെ ഫലമായിട്ട് പുതിയ പുതിയ മെരിസ്റ്റം ഉണ്ടാവുകയും അതിൽ നിന്ന് പുതിയ പുതിയ കലകൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പുതിയ കലകൾ ഉണ്ടാകുമ്പോൾ, ടിഷ്യൂസ് ഉണ്ടാകുമ്പോൾ, കോശങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാമത് വണ്ണം വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കലകളെ, കോശങ്ങളെ ദ്വിതീയ കലകൾ എന്നാണ് അറിയപ്പെടുന്നത്, സെക്കൻഡറി ടിഷ്യൂസ് എന്ന് അറിയപ്പെടുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മെരിസ്റ്റം അഥവാ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടാണല്ലോ വണ്ണം വെക്കുന്നത്. ഇത് രണ്ട് തരത്തിൽ നടക്കാറ്. അതായത് പ്ലാന്റിന്റെ സ്റ്റീൽ ഭാഗം, സ്റ്റീൽ എന്ന് പറയുന്നത് എൻഡോഡർമിസിന് ശേഷം അകത്തോട്ടുള്ള മൊത്തം കണ്ടന്റുകൾ സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഈ സ്റ്റീലിലാണ് വാസ്കുലർ ക്യാമ്പിയം സ്റ്റെമ്മിൽ കാണപ്പെടുന്നത്. സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് വാസ്കുലർ ക്യാമ്പിയം കാണപ്പെടും. ഈ വാസ്കുലർ ക്യാമ്പിയത്തിനെ സംവഹന മെരിസ്റ്റം എന്നോ അല്ലെങ്കിൽ ഫസിക്കുലർ ക്യാമ്പിയം എന്നോ അല്ലെങ്കിൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായതുകൊണ്ട് ഇൻട്രാ ഫസിക്കുലർ ക്യാമ്പിയം എന്നറിയപ്പെടും. ഈ ഒരു ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് സ്റ്റീലിൽ വണ്ണം വെക്കുന്നത്. സ്റ്റീലാർ ഭാഗത്ത് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് വാസ്കുലർ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടായതുകൊണ്ട് ഇത്തരം വളർച്ചയെ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് അഥവാ സ്റ്റീലാർ ദ്വിതീയ വളർച്ച എന്ന് പറയുന്നു. ഇങ്ങനെ സെന്ററിൽ വണ്ണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, ഔട്ടർ ലെയറിൽ, അതായത് ഏറ്റവും പുറം ഭാഗത്ത് എപ്പിഡെർമിസ്, ഒരു കനം കുറഞ്ഞ ലെയർ അല്ലേ, അതങ്ങ് പൊട്ടിപ്പോകും. അപ്പൊ അവിടെ പുതുതായിട്ടൊരു ലെയർ ഫോം ചെയ്യണം. കോർട്ടക്സ് ഭാഗത്ത് നമുക്കറിയാം അവിടെ മെരിസ്റ്റം ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. അവിടെയുള്ള പാരങ്കൈമ കോശങ്ങൾ എന്തായിട്ട് മാറും, പുതിയ മെരിസ്റ്റമായിട്ട് മാറും, അതായത് സെക്കൻഡറി മെരിസ്റ്റമായിട്ട് മാറും. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഒരു ക്യാമ്പിയമാണ് കോർക്ക് ക്യാമ്പിയം. അതായത് സ്റ്റീലിന് പുറത്ത് കോർട്ടക്സ് ഭാഗത്തായിരിക്കും കോർക്ക് ക്യാമ്പിയം ഉണ്ടാകുന്നത്. പിന്നീട് ഈ കോർക്ക് ക്യാമ്പിയത്തിൽ നിന്നാണ് ഔട്ടർ ലെയർ, പുതിയ ലെയറുകളൊക്കെ ഫോം ചെയ്യുന്നത്. അങ്ങനെ കോർക്ക് ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടും ചെടികളുടെ വണ്ണം വയ്ക്കും. രണ്ട് സൈഡിലായിട്ട് നടക്കും. ആദ്യം സെന്ററിൽ നടക്കും, അതിനെ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നു. അതിനുശേഷം സ്റ്റീലിന്റെ പുറത്ത് കോർട്ടക്സ് ഭാഗത്ത് പുതിയൊരു ക്യാമ്പിയം, കോർക്ക് ക്യാമ്പിയം ഉണ്ടാവുകയും അതിന്റെ ആക്ടിവിറ്റി കൊണ്ട് സെക്കൻഡറി മെരിസ്റ്റം ആക്റ്റീവ് ആവുകയും പുതിയ 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 ടിഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. ആ ഗ്രോത്തിനെയാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് അഥവാ എക്സ്ട്രാ സ്റ്റീലാർ ദ്വിതീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീലിനകത്തും സ്റ്റീലിന് പുറത്തുമായിട്ടാണ് സെക്കൻഡറി ഗ്രോത്ത്, ദ്വിതീയ വളർച്ച നടക്കുന്നത്. ആദ്യം നമുക്ക് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എന്നാണ് നോക്കാം. സ്റ്റീലിന്റെ ഭാഗത്ത് സെന്റർ ഭാഗത്തു നിന്നായിരിക്കും സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ ഡൈക്കോട്ട് പ്ലാന്റ്സിലും അതുപോലെ ജിംനോസ്പം തുടങ്ങിയ ചെടികളിലൊക്കെ അനാവൃത ബീജങ്ങൾ ജിംനോസ്പമിലും നമ്മുടെ ഡൈക്കോട്ട് പ്ലാന്റ് സ്റ്റെമ്മിലൊക്കെ സ്റ്റീൽ ഭാഗത്ത് നിന്നായിരിക്കും സെക്കൻഡറി തിക്കനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
നമുക്കറിയാം അവിടെ സ്റ്റീലില് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. അത് കൺജോയിന്റ് ആണ്, കൊളാറ്ററൽ ആണ്, ഓപ്പൺ ആണെന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് ഔട്ടർലെസ് ഫ്ലോയം കാണപ്പെടും, പിന്നെ ഒരു ക്യാമ്പിയം എന്ന മെരിസ്റ്റം, അത് കഴിഞ്ഞിട്ട് സൈലം കാണപ്പെടും. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലുള്ള ഈ ക്യാമ്പിയത്തിനെ നമ്മൾ വാസ്കുലാർ ക്യാമ്പിയം എന്നോ ഫസിക്കുലാർ ക്യാമ്പിയം എന്നോ അല്ലെങ്കിൽ ഇൻട്രാ ഫസിക്കുലാർ ക്യാമ്പിയം എന്നോ അറിയപ്പെടും. ഇങ്ങനൊരു ക്യാമ്പിയം ഓൾറെഡി അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആ ചിത്രം നോക്കുക. ഓരോ വാസ്കുലാർ ബണ്ടുകളും ഒരു ബ്രോക്കൺ റിംഗ് മാനറിലാണ്, ഓരോ വൃത്താകൃതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർക്കിളിൽ ഇടവിട്ടുള്ള ഒരു ബ്രോക്കൺ റിംഗ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രത്തിൽ നിന്നും രണ്ടാമത്തെ ചിത്രത്തിലെ വ്യത്യാസം എന്താണ്? ആദ്യത്തെ ചിത്രത്തിലെ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ക്യാമ്പിയം കൊണ്ട് അതിനകത്തൊരു ബ്രൗൺ കളറിൽ കാണാൻ കഴിയും. എന്നാൽ ഓരോ വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിൽ നീല കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗം പാരൻകൈമ കോശങ്ങളാണ്. അതിന് നമ്മൾ മെഡുലറി റേസ് എന്നല്ലേ അറിയപ്പെടുന്നത്. നീളമേറിയ പാരൻകൈമ കോശങ്ങളാണ് ഓരോ ബണ്ടിലിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്നത്. അവിടെയുള്ള ചില പാരൻകൈമ കോശങ്ങൾ വീണ്ടും മെരിസ്റ്റമായിട്ട് മാറും. സെക്കൻഡറി മെരിസ്റ്റം, അതായത് ദ്വിതീയ മെരിസ്റ്റമായിട്ട് മാറും. ഓൾറെഡി അവിടെ അങ്ങനെ ഒരു മെരിസ്റ്റം ഇല്ലായിരുന്നു. മെച്ചുർ ആയിട്ടുള്ള പാരൻകൈമ കോശങ്ങൾ മാത്രമാണ് ആ ഭാഗത്ത് കാണപ്പെടുന്നത്. എന്നാൽ വണ്ണം വെക്കുമ്പോൾ ഈ ബണ്ടിലുകൾക്ക് ഇടയിലുള്ള പാരൻകൈമ കോശങ്ങൾ, അതായത് മെഡുലറി റേസിലെ പാരൻകൈമ കോശങ്ങൾ വീണ്ടും മെരിസ്റ്റമായിട്ട് മാറും. ആ മെരിസ്റ്റത്തിനെ ബണ്ടിൽസിന്റെ ഇടയിൽ ഉണ്ടായതുകൊണ്ട് വിളിക്കുന്ന പേരാണ് ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയം. ഇന്റർ, രണ്ടിനും ഇടയിൽ ഉണ്ടായിട്ട് ക്യാമ്പിയം. അങ്ങനെ ആ ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയത്തിന്റെ സ്ട്രിപ്പും നേരത്തെ ഉണ്ടായിരുന്ന വാസ്കുലർ ക്യാമ്പിയം സ്ട്രിപ്പും കൂടെ ചേർന്ന് ഒരു ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നു. ക്യാമ്പിയൽ വലയം ഫോം ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ ചിത്രം നോക്കുക. ബണ്ടിൽസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പാരൻകൈമ കോശങ്ങൾ മെരിസ്റ്റമായിട്ട് മാറി, ഇന്റർ ഫസിക്കുലർ ക്യാമ്പിയമായിട്ട് മാറി. ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന വാസ്കുലർ ക്യാമ്പിയം കൂടെ ചേർന്ന് ഒരു റിംഗ് ഫോം ചെയ്യും. അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ചിത്രം ഒന്ന്. അങ്ങനെ ഒരു ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്താൽ, ക്യാമ്പിയം ഒരു മെരിസ്റ്റമാണല്ലോ, ഇത് സീസൺ അനുസരിച്ച് ആക്റ്റീവ് ആവും. കൂടുതലും സ്പ്രിംഗ് സീസണിലും ഓട്ടം സീസണിലും, വസന്തകാലത്തും അതുപോലെ തന്നെ ശരത്കാലത്തുമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇത് ആക്റ്റീവ് ആവുന്നത്. വസന്തകാലത്ത് കൂടുതലായിട്ട് ആക്റ്റീവ് ആവും, ശരത്കാലത്ത് വളരെ കുറച്ചായിട്ട് ആക്റ്റീവ്. ക്യാമ്പിയത്തിന്റെ ഒരു പ്രത്യേകത, വസന്തകാലം എത്തുമ്പോൾ ക്യാമ്പിയം അകത്തോട്ട്, അതായത് സ്റ്റീൽ ഇപ്പൊ ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്ത അകത്തോട്ട് അത് പുതിയ പുതിയ സൈലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യം ഓൾറെഡി അവിടെ സൈലം ഉണ്ട്, അതിന് പ്രൈമറി സൈലം, പ്രാഥമിക സൈലം പറയും. പുതുതായി ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള സൈലത്തിനെ, രണ്ടാമതുണ്ടാവുന്ന സൈലത്തിനെ സെക്കൻഡറി സൈലം അഥവാ ദ്വിതീയ സൈലം എന്നാണ് പറയുന്നത്. അപ്പോൾ ദ്വിതീയ സൈലങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് സ്പ്രിംഗ് സീസണിൽ കുറച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സീസണിൽ ആക്റ്റീവ് ആവത്തില്ല. പിന്നെ ശരത്കാലം എത്തുമ്പോൾ ഓട്ടം സീസണിൽ വീണ്ടും ഇത് ആക്റ്റീവായി കുറച്ച് സൈലം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഓരോ സീസണിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സൈലം അകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ആ ക്യാമ്പിയൽ റിംഗിന്റെ പുറത്തോട്ടാണ് ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അകത്തോട്ട് സൈലം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യാമ്പിയൽ റിംഗിന്റെ പുറത്തോട്ട് ഇതുപോലെ സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി ഫ്ലോയം കുറച്ച് കട്ടിയുള്ള, കാരണം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. പ്രൈമറി ഫ്ലോയത്തിൽ ഫൈബർ ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡറി ഫ്ലോയത്തിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഫ്ലോയം ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങി ക്രഷ് പൊട്ടിപ്പോവുക. കനം കുറഞ്ഞ ഫ്ലോ ആയതുകൊണ്ട് പൊട്ടിപ്പോകും. എന്നാൽ സെക്കൻഡറി സൈലവും പ്രൈമറി സൈലവും സെന്ററിൽ തന്നെ കാണപ്പെടും. പ്രൈമറി സൈലത്തിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് അങ്ങനെ അധികം നശിക്കത്തില്ല, സെന്ററിൽ തന്നെ കാണപ്പെടും. ഇങ്ങനെ ഉള്ളില് ഒരുപാട് ടിഷ്യൂസ് പുതുതായിട്ട് ഉണ്ടാകുന്ന ഇത്തരം ഗ്രോത്ത് ആണ് സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ പുറത്തെ ലെയറിൽ അതുപോലെ ഉണ്ടാവും. ഇങ്ങനെ അകത്ത് ടിഷ്യൂസ് കൂടുതലായിട്ടുണ്ടാകും, പുറത്തെ ലെയറിൽ പുതിയ ക്യാമ്പിയം ഉണ്ടായിട്ട് അകത്തോട്ടും പുറത്തോട്ടും പുതിയ ടിഷ്യൂസിനെ ഡെവലപ്പ് ചെയ്യും. അതെന്താണെന്ന് ഡീറ്റെയിലായിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്യാമ്പിയൽ റിംഗിലാണ് അല്ലെ. ഇപ്പൊ ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാമ്പിയത്തിൽ മെരിസ്റ്റത്തിൽ രണ്ട് തരം ടിഷ്യൂസ് ഉണ്ടാവും. ഒന്ന് ഫ്യൂസിഫോം ഇനിഷ്യൽസ് എന്നും റേ ഇനിഷ്യൽസ് എന്നും ഒരു പ്രത്യേക തരം രണ്ട് തരം കോശങ്ങൾ ഉണ്ടാവും. അത് മെഡിസിൻ തന്നെയാണ്. സീസൺ അനുസരിച്ച് ഈ വലയങ്ങൾ, അതായത് റിംഗ് സജീവം ആക്റ്റീവ് ആവുകയും അകത്തോട്ടും പുറത്തോട്ടും പുതിയ കോശങ്ങളെ ഉത്പാദിപ്പിക്കുകയും ചെയ്യും. അകത്തോട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൈലത്തിനെയും സെക്കൻഡറി സൈലത്തിനെയും, പുറത്തോട്ട് സെക്കൻഡറി ഫ്ലോറത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഫ്യൂസിഫോം ഇനിഷ്യലിൽ നിന്നാണ് അകത്തോട്ടുണ്ടാവുന്ന സൈലം, സെക്കൻഡറി സൈലം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പുറത്തോട്ട് പുതിയ ഫ്ലോയും ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. ഫ്യൂസിഫോം ഇനിഷ്യലിൽ നിന്നാണ് അകത്തോട്ട് സൈലവും പുറത്തോട്ട് ഫ്ലോയും ഉണ്ടാകും. രണ്ടാമതുണ്ടാകുന്നതിനെ ദ്വിതീയ സൈലം അല്ലെങ്കിൽ ദ്വിതീയ ഫ്ലോയം എന്നാണ് അറിയപ്പെടുന്നത്. അകത്തോട്ട് പുതിയ സൈലങ്ങൾ ഉണ്ടാകുമ്പോൾ, ദ്വിതീയ സൈലം ഉണ്ടാകുമ്പോൾ ഓൾറെഡി അവിടെ ഒരു പ്രാഥമിക സൈലം ഉണ്ടായിരുന്നില്ലേ, അതിന് കട്ടിയുള്ളത് കൊണ്ട് നശിക്കത്തില്ല. അതെന്ത് മൂവ് ചെയ്ത് സെന്ററിലോട്ട് മൂവ് ചെയ്യും. ഏറ്റവും സെന്ററിൽ പ്രാഥമിക സൈലം, അതിന് പുറത്തായിട്ട് പുതുതായിട്ടുള്ള സൈലം
ഓരോ സീസൺ, ആദ്യം സ്പ്രിംഗ് സീസൺ, പിന്നെ ഓട്ടം സീസൺ, സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ, ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ പുറത്തോട്ട് ഫ്ലോ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഓൾറെഡി നേരത്തെ പറഞ്ഞു, പ്രൈമറി ഫ്ലോയത്തിന് കട്ടി കുറവായതുകൊണ്ട് സെക്കൻഡറി ഫ്ലോ എന്ത് ചെയ്യും, ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഞെരുങ്ങി പ്രൈമറി ഫ്ലോയം പുറത്തോട്ട് പൊട്ടിപ്പോകും. അപ്പൊ അകത്ത് കൂടുതൽ സൈലം നിറഞ്ഞു നിൽക്കും, പുറത്ത് സെക്കൻഡറി ഫ്ലോയുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. യാമ്പിയൽ വലത്തിലെ ഫിസിഫം ഇനിഷ്യൽ എന്നാണ് ഈ പറഞ്ഞ രീതിയിൽ പുതിയ ടിഷ്യൂസ് ഉണ്ടാവുന്നത്. എന്നാൽ മറ്റൊരു ടിഷ്യൂ ആണ് റേ ഇനിഷ്യൽസ്. ഈ റേ ഇനിഷ്യലിൽ നിന്നും നീളം കൂടിയ പാരങ്കൈമ പാളികൾ ഉണ്ടാകും. ഇതിനെ ദ്വിതീയ മെഡുലറി റേകൾ അല്ലെങ്കിൽ സെക്കൻഡറി മെഡുലറി റേസ് എന്ന് പറയുന്നത്. കണ്ടക്ഷന് വേണ്ടി ഈ റേ ഇനിഷ്യലിൽ നിന്നും ഇടുങ്ങിയ കട്ടി കൂടിയ കുറച്ച് പാരങ്കൈമ കോശങ്ങൾ ഇതിനിടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. റേഡിയൽ ആയിട്ടുള്ള കണ്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് റേ ഇനിഷ്യൽസ് എന്നാണ് ഉണ്ടാകുന്നത്. അതിനെ സെക്കൻഡറി മെഡുലറി റേസ് എന്നാണ് അറിയപ്പെടുന്നത്. വസന്തകാതൽ, ശരത്കാതൽ, ഈ പേര് കേട്ട് ആരും ചിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ +1 ടെസ്റ്റിന്റെ മലയാള പരിഭാഷയിൽ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇംഗ്ലീഷ് പേരായിരിക്കും നമുക്ക് എല്ലാവർക്കും തെന്നിയത്. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ ചോദിക്കാം, എനിക്ക് നല്ലതായിരിക്കും. ഈ മലയാളത്തിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ ആകെ കിളി പോകും. കാരണം ഇത് എന്താണ് നമ്മൾ പഠിച്ചതും ശരിക്കും നമ്മൾ പഠിച്ചതും മലയാളത്തിലല്ല, പരീക്ഷയ്ക്ക് പോകുന്നത് മലയാളത്തിൽ പഠിച്ചുകൊണ്ടാണ്. ഒരു അബീല് പരുവത്തിലായിരിക്കും നമ്മൾ ഹാളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. എന്താണ് വസന്തകാലം? വസന്തകാതൽ എന്ന് പറയുന്നത് വസന്തകാലത്തുണ്ടാവുന്ന കാതൽ, അതായത് തടി, ഉഡാണ്. ഓക്കെ, സ്പ്രിംഗ് സീസണിൽ ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആവും. ഓട്ടം സീസണിൽ ആക്റ്റീവ് ആവാൻ കുറച്ച് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. ഉഷ്ണമേഖല പ്രദേശത്ത് കാണപ്പെടുന്ന പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത, കാലാവസ്ഥ ഒരുപോലെ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ ഈ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റിയും ആ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയത്. വസന്തകാലമാകുമ്പോൾ, അതായത് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ക്യാമ്പിയം വളരെ ആക്റ്റീവ് സജീവമാവുകയും ഏറ്റവും കൂടുതലായിട്ട് സൈലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് വീതിയേറിയ വലിപ്പമേറിയ ലാർജ് വെസൽസിനെയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരം വുഡുകളെ, തടികളെയാണ് വസന്തകാതൽ അഥവാ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്ന് പറയുന്നത്. കുറച്ച് വലിപ്പമേറിയ സൈലമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ശരത്കാലത്ത്, അതായത് ഓട്ടം സീസൺ ഉണ്ടാകുന്ന പ്രത്യേകത, അവിടെയും ക്യാമ്പിയം സജീവമാവുമെങ്കിലും പക്ഷെ കുറച്ച് സൈലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, വെസലുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇടുങ്ങിയതായിരിക്കും, അതായത് ചെറിയ സൈസിലുള്ളതായിരിക്കും, ഇടുങ്ങിയ അറകളുള്ള വെസലുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അത്തരം വുഡുകളെയാണ് ഓട്ടം വുഡ് അഥവാ ലേറ്റ് വുഡ് അല്ലെങ്കിൽ ശരത്കാലം എന്നറിയപ്പെടുന്നത്. ഇതിലെ വസന്തകാലത്തിന്റെ പ്രത്യേകത കുറച്ച് വലിയ സൈലം ആയതുകൊണ്ട് തന്നെ ഇളം നിറത്തിലും സാന്ദ്രത കുറഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ശരത്കാലില് വളരെ കുറച്ചുകൊണ്ടുള്ള നല്ല ഇടുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇരുണ്ട നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി നമുക്കൊരു മരം മുറിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറെ റിങ്ങുകൾ കണ്ടിട്ടില്ലേ? മരം മുറിക്കുന്നതിനകത്തൊക്കെ റിങ് ആയിട്ട് കാണപ്പെടുന്നില്ലേ? ആ ചിത്രം നോക്കുക. ഇതിൽ നമുക്ക് ആ റിങ് ഇങ്ങനെ ഓരോരോ ഷെയ്ഡ് കാണാൻ കഴിയും. ഇളം ഷെയ്ഡിൽ കാണപ്പെടുന്നത് എപ്പോഴും സ്പ്രിംഗ് വുഡ് ആയിരിക്കും. കുറച്ച് ഡാർക്ക് ആയിട്ട് കണ്ടു നാരോ വട്ടത്തിൽ ഇങ്ങനെ ഒരു കറുത്ത വട്ടം പോലെ കറക്റ്റ് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് ഓട്ടം വുഡും, മഞ്ഞ കളറിൽ കാണുന്ന വട്ടങ്ങളെല്ലാം സ്പ്രിംഗ് വുഡും ആയിരിക്കും. ഏറ്റവും സെന്ററിൽ കണ്ടു ആ സെന്ററിൽ കുറച്ച് നല്ല ഡാർക്ക് ആയിട്ടൊരു ഭാഗം കാണുന്നുണ്ടോ, അതെല്ലാം സെക്കൻഡറി സൈലവും അതിന്റെ ഉള്ളിൽ പ്രൈമറി സൈലവും കാണും. സൈലം വരുന്ന ഭാഗം മാത്രമാണ് ഏറ്റവും നടുക്ക് ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. അതാണ് മരത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അതിലും നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ വേരിയേഷൻ റിങ്ങായിട്ട് കാണാൻ കഴിയും. പുറത്തോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളറിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അകത്ത് മൊത്തം സൈലം മാത്രമേ ഇരിക്കുന്നതുകൊണ്ട്, പ്രൈമറികൾ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര കട്ടിയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിൽ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിലുണ്ടാവും. ലൈറ്റ് ഷെയ്ഡിൽ സ്പ്രിംഗ് വുഡും ഡാർക്ക് ഷെയ്ഡിൽ ഓട്ടം വുഡും ആയി കാണപ്പെടും. അപ്പോൾ എന്താണ് പ്രത്യേകത? ഒരു വർഷത്തിൽ 2 വലയങ്ങളുണ്ടാവും. ഒരു സ്പ്രിംഗ് വലയവും പിന്നെ ഒരു ഓട്ടം സീസണിന്റെ വലയവും ഉണ്ടാവും അല്ലെ? ഒരു വർഷത്തിൽ 2 വലയം വീതം ഉണ്ടാവും. ഇതിനെ വാർഷിക വലയങ്ങൾ എന്നാണ് അറിയുന്നത്. ഈ രണ്ടിനെയും ചേർത്ത് വാർഷിക വലയങ്ങൾ എന്ന് പറയാം. ഈ വാർഷിക വലയങ്ങൾ എണ്ണി നോക്കി നമുക്ക് എന്ത് ചെയ്യാം? മരത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാം. എനിക്ക് ഇന്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. മരത്തിന്റെ കാലപ്പഴക്കം എങ്ങനെ നിർണ്ണയിക്കാമെന്നായിരുന്നു. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. ഡെൻഡ്രോക്രോണോളജി. അങ്ങനെ മരങ്ങളുടെ വാർഷിക വലയങ്ങൾ എണ്ണി നോക്കി കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെയാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നല്ല പഴകിയ മരം, അതായത് വർഷങ്ങളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലപ്പഴക്കമുള്ള ഒരു മരം എടുക്കുകയാണെങ്കിൽ, അതായത് ഒരുപാട് ആയുസുള്ള, വയസ്സുള്ള, വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരമാണ് മുറിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും സെന്റർ ഭാഗം ഇതുപോലെ നല്ല ഡാർക്ക് കളറും ഔട്ടർ ഭാഗം ലൈറ്റ് കളറിലും കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും സെന്റർ ഭാഗം ഡാർക്ക് കളറിൽ കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ സൈലം ഉണ്ടാകുന്ന ഡാർക്ക് ഭാഗത്തായിരിക്കും, സെന്റർ ഭാഗത്തായിരിക്കും അല്ലെ? അതായത് അവിടെ ആ സൈലത്തിന്റെ അറകളിലും അതിന്റെ അറകൾക്ക് ഇടയിലും അതിന്റെ ഉള്ളിലുമായിട്ട് ടാനിൻ, റെസിൻ,
വോളറ്റൈൽ ഓയിൽ, പശ അല്ലെങ്കിൽ മണമുള്ള വസ്തുക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇത് കാണ്ഡത്തിന്റെ മധ്യത്തും, അതായത് ഏറ്റവും ഉള്ളിലായിട്ടും പിന്നെ അകത്ത പാളികളിൽ നിറഞ്ഞിരിക്കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുണ്ട് കാണപ്പെടുന്നത്. പിന്നെ ഇവർക്ക് സൂക്ഷ്മജീവികളെ ചെറുക്കാനുള്ള കഴിവുണ്ട്. ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നല്ല കാലപ്പഴക്കം കിട്ടും, ഈടുള്ളതായിരിക്കും. ഇങ്ങനെ സെന്ററിൽ കാണപ്പെടും നല്ല കട്ടിയുള്ള ലിഗ്നിൻ കൂടുതലായിട്ടുള്ള ഇത് കെമിക്കൽസ് കാണപ്പെടുന്ന സൈലം മാത്രം കൂടുതൽ കാണപ്പെടുന്ന ഈ ഏരിയകളെയാണ് നമ്മൾ കാതൽ അഥവാ ഹേർട്ട് വുഡ് ഓർ ഡുറാമൻ എന്ന് പറയുന്നത്. നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ മെക്കാനിക്കൽ സപ്പോർട്ടാണ് മെയിൻ ഫംഗ്ഷൻ. വാട്ടറിന്റെ കണ്ടക്ഷൻ ചെയ്യുന്നില്ല. കാരണം ഈ സൈലത്തിന്റെ അറകൾക്കുള്ളിലൊക്കെ ആയിരിക്കും, വെസലിന്റെ ഉള്ളിലായിരിക്കും ഈ പറഞ്ഞ കെമിക്കൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ടാനിൻ, റെസിൻ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ തങ്ങി നിൽക്കുന്ന അവിടെയായിരിക്കും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമേ നൽകാൻ കഴിയൂ. മരത്തിന്റെ കാതൽ എന്നിട്ട് ഓൾഡർ സൈലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സെക്രീഷൻസ് ഉള്ള ഭാഗമാണ്. കണ്ടക്ഷൻ ചെയ്യുന്നില്ല, മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുമെന്ന് പറയുന്നത് കാതൽ എന്ന് പറയുന്നത്. ഇതിന്റെ പുറം ഭാഗം ലൈറ്റ് കളറാണ്, ഫങ്ഷണൽ പാർട്ടാണ്. കൂടുതലും പുതുതായിട്ടുണ്ടായ സൈലം ആയിരിക്കും വാട്ടറിനെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ആ ഭാഗത്തിനാണ് മരത്തിന്റെ വെള്ള അല്ലെങ്കിൽ സാപ്പ് വുഡ് അല്ലെങ്കിൽ ആൽബർണം എന്ന് പറയുന്നത്. കാതലിനെ ഹേർട്ട് വുഡ് അല്ലെങ്കിൽ ഡുറാമൻ എന്ന് പറയാം, വെള്ളയ്ക്ക് സാപ്പ് വുഡ് അല്ലെങ്കിൽ ആൽബർണം എന്ന് പറയാം. സൈലം വെസലിന്റെ അകത്തേക്ക് പാരൻകൈമ കോശങ്ങളിൽ നിന്നും ചില ബലൂൺ ലൈക്ക് ഔട്ട്ഗ്രോത്തുകൾ ഉണ്ടായി വെസലിനെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ആ സ്ട്രക്ചറിനെ ടൈലോസസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വരുമ്പോൾ, ഡ്രൗട്ട് അതുപോലെ ഇൻഫെക്ഷൻ വരുമ്പോൾ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫങ്ഷൻസ് ഒക്കെ തടഞ്ഞു വെക്കാനും കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുമാണ് ടൈലോസിന്റെ ഫങ്ഷൻ. അപ്പോൾ കണ്ടക്ഷൻ നടക്കാതിരിക്കുകയും ആ സമയത്ത് കുറച്ച് സപ്പോർട്ട് കൊടുക്കുകയും ഫങ്ഷൻ നിർത്തിവെക്കുകയും അതുവഴി പ്ലാന്റ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനും അഡ്വേഴ്സ് കണ്ടീഷനെ ഓവർകം ചെയ്യാനാണ് ടൈലോസസ് സഹായിക്കുന്നത്. അടുത്താണ് റിംഗ് പോറസ് വുഡ്, ഡിഫ്യൂസ് പോറസ് വുഡ്. ചില ചെടികളിലെ ക്യാമ്പ്യത്തിന്റെ ആക്ടിവിറ്റി സീസണൽ ആയിരിക്കില്ല, ക്രമമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. കണുക്കുന്ന ഈട്ടി പോലുള്ള ചെടികളിൽ വസന്തകാലത്ത് ഉണ്ടാകുന്ന വെസലുകൾ വലുതും ഒരു വലയം പോലെ കാണപ്പെടുകയും ചെയ്യും. അത് വലിയ വലിയ വെസലുകളായിരിക്കും ഉണ്ടാവുന്നത്. അതൊരു വലയം പോലെ, റിങ് പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് അത്തരം വുഡുകളെ റിംഗ് പോറസ് വുഡ് എന്നറിയപ്പെടുന്നത്. എന്നാൽ റോസ, അതുപോലെ വേപ്പ്, റോസയുടെ വേറെ സ്പീഷീസ് ആണ് വേപ്പ് തുടങ്ങിയ ചെടികളുടെ പ്രത്യേകത വസന്തകാലത്ത് ഉണ്ടാവുന്നതും ശരത്കാലത്ത് ഉണ്ടാവുന്ന വെസലുകൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും. രണ്ട് വെസലും ഒരേ സൈസിൽ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡിഫ്യൂസ് പോറസ് വുഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ വസന്തകാലത്ത് ഉണ്ടാവുന്ന ചില ചെടികളിൽ വെസലുകൾ വലുതായിട്ടുണ്ടാവും, ശരത്കാലത്ത് ചെറുതുണ്ടാവും. അത്തരം വുഡുകളെ റിംഗ് പോറസ് വുഡ് എന്ന് പറയാം. എന്നാൽ ചില ചെടികളിൽ ശരത്കാലത്തും വസന്തകാലത്തും ഉണ്ടാവുന്ന ഒരേ ടൈപ്പ് വെസലുകളായിരിക്കും, രണ്ടും ഒരേ സൈസിലായിരിക്കും. അത്തരം വുഡുകളെയാണ് ഡിഫ്യൂസ് പോറസ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ അറിഞ്ഞിരിക്കുന്ന രണ്ട് വാക്കാണ് സോഫ്റ്റ് വുഡും ഹാർഡ് വുഡും. സാധാരണ അനാവൃത ബീജുകൾ ജിംനോസ്പോമിലും ഇതുപോലെ വണ്ണം വെക്കാറുണ്ടല്ലോ. പക്ഷെ അവിടെ വണ്ണം വെക്കുമ്പോൾ അവിടെ വെസൽ ഇല്ല. ജിംനോസ്പോമിന്റെ പ്രത്യേകം പഠിച്ച സൈലത്തിൽ വെസൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെസൽ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന കൂടുതലും ടിഷ്യൂസ് സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ആ തടിയാണ് സോഫ്റ്റ് വുഡ് അഥവാ നോൺ പോറസ് വുഡ് എന്നറിയപ്പെടുന്നത്. കൂടുതലും 95% വരെ ആ തടികളിൽ ട്രക്കീഡുകളായിരിക്കും, ബാക്കി റേ കോശങ്ങളും ആയിരിക്കും ജിംനോസ്പോമിൽ അഥവാ അനാവൃത ബീജുകൾ കാണപ്പെടുന്നു. എന്നാൽ ആവൃത ബീജുകൾ സദുഷ്പുകളിൽ നമ്മുടെ ആൻജിയോസ്പോമിലാണെങ്കിൽ ട്രക്കീഡ്സും വെസൽസും ഉള്ളത് കൊണ്ട് തന്നെ ഹാർഡ് വുഡ്, നല്ല കട്ടിയുള്ള വുഡുകളായിരിക്കും, അല്ലെങ്കിൽ പോറസ് വുഡ് എന്നും അറിയുന്നു. അപ്പോൾ സെക്കൻഡറി തെക്നിക്കിന്റെ ആദ്യഘട്ടം വാസ്കുലാർ ക്യാമ്പ്യത്തിന്റെ ആക്ടിവിറ്റി കൊണ്ട് സ്റ്റീലർ ഭാഗത്ത് പുതിയ സൈലോം ഫ്ലോയം ഉണ്ടാകുന്നതാണ് അല്ലെ. അതിനനുസരിച്ച് നമ്മൾ പുതിയ സ്ട്രക്ചറുകളും പഠിച്ചു. ഇത്രയും സെല്ലുകൾ അകത്ത് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി പുറത്തൊരു സിംഗിൾ ലെയറായ എപ്പിഡെർമിസ് ഉണ്ട്. അകത്ത് ടിഷ്യൂസിന്റെ എണ്ണം കൂടി വരുമ്പോൾ പുറം ലെയർ അങ്ങ് പൊട്ടിപ്പോകും, എപ്പിഡെർമിസ് പൊട്ടിപ്പോകും. ആ ഭാഗത്ത് പുതിയൊരു ക്യാമ്പ്യം ഫോം ചെയ്യും. അവിടെയുള്ള കോർട്ടക്സ് ഭാഗത്ത്, അതായത് സ്റ്റീലിന്റെ പുറത്ത് കോർട്ടക്സ് ഭാഗത്തുള്ള പാരൻഡർമ കോശങ്ങൾ പുതിയ മെരിസ്റ്റമായിട്ട് ആക്റ്റീവ് ആവും. ആ മെരിസ്റ്റത്തിനെയാണ് ഫോർത്ത് ക്യാമ്പ്യം അഥവാ ഫെല്ലോജൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ കോർട്ടക്സ് ഭാഗത്തുണ്ടാകുന്ന പുതിയ മെരിസ്റ്റത്തിനെ കോർക്ക് ക്യാമ്പ്യം അഥവാ ഫെല്ലോജൻ എന്ന് പറയും. ഈ ഫെല്ലോജൻ അഥവാ കോർക്ക് ക്യാമ്പ്യം പുറത്തോട്ടും അകത്തോട്ടും പുതിയ സൈലങ്ങൾ ഇതുപോലെ സിക്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പുറത്തോട്ടുണ്ടാകുന്ന കുറച്ച് ഡെഡ് ആയിട്ടുള്ള സെല്ലുകൾ, കട്ടിയുള്ള സെല്ലുകളെയാണ് കോർക്ക് അഥവാ ഫെല്ലം എന്നറിയപ്പെടുന്നത്. പുറത്തോട്ടുണ്ട്, അതായത് എപ്പിഡെർമിസ് ഭാഗത്തോട്ടുണ്ടാവുന്ന കുറച്ച് കട്ടിയുള്ള ഡെഡ് സെൽസുകളെ വിളിക്കുന്ന പേരാണ് കോർക്ക് അഥവാ ഫെല്ലം എന്ന് പറയും. അത് ഡെഡ് ആയിട്ടും കട്ടിയുള്ളതിന് കാരണം സ്യൂബലിൻ എന്ന മെഴുകുപോലത്തെ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എന്നാൽ ആ ഫെല്ലോജൻ എന്ന ടിഷ്യൂവിൽ നിന്നും അകത്തോട്ടുണ്ടാകുന്ന കോർട്ടക്സ് ഭാഗത്തോട്ടുണ്ടാകുന്ന പുതിയ കോർട്ടക്സിനെ സെക്കൻഡറി കോർട്ടക്സ്, ദ്വിതീയ കോർട്ടക്സ് എന്നോ
അല്ലെങ്കിൽ ഫെല്ലോഡേം എന്നും അറിയപ്പെടും. അപ്പോൾ കോർത്ത് ക്യാമ്പിയത്തിൽ നിന്നും പുറത്തോട്ടുണ്ടാകുന്ന ഫെല്ലം, അകത്തോട്ടുണ്ടാകുന്ന ഫെല്ലോഡ്. കോർത്ത് ക്യാമ്പിയത്തിന് ഫെല്ലോജൻ എന്ന് പറയും. അപ്പോൾ ഫെല്ലോജൻ, അതിൽ നിന്ന് പുറത്തോട്ട് ഫെല്ലം, അകത്തോട്ട് ഫെല്ലോഡ്. ഈ 3 ലെയറിനെ ചേർത്തുകൊണ്ട് പെരിഡേം എന്നാണ് അറിയപ്പെടുന്നത്. പെരിഡേം, ബാഹ്യപാളി എന്ന് പറഞ്ഞത് പെരിഡേം ആയി. ചെടി വണ്ണം വയ്ക്കുമ്പോൾ എപ്പിഡെർമിസ് നഷ്ടമാകും, അതോടൊപ്പം സ്റ്റൊമാറ്റയും നഷ്ടമാകും. അപ്പോൾ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്യാസ്ട്രിക് സെക്ഷൻ നടക്കുന്നത്? വണ്ണം വയ്ക്കുന്ന സമയത്ത് ചെടികളുടെ മരപ്പട്ടയിൽ ഉണ്ടാകുന്ന ചെറിയ വിടവുകളെ ലെൻഡ് സെല്ലുകൾ എന്ന് പറയും. ചെറിയ സുഷിരങ്ങളെ ലെൻഡ് സെൽ എന്ന് പറയും. ലെൻഡ് സെല്ലിന്റെ സ്ട്രക്ചർ നോക്കുക. അതിനെ ആ ലെൻഡ് സെല്ലിന്റെ ഹോളിനകത്ത് ഒരു ലൂസ്ലി ആയിട്ടുള്ള കുറച്ച് ടിഷ്യൂസ് കാണപ്പെടും. ഇതിനെ കോംപ്ലിമെന്ററി കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതും മൃതകോശങ്ങളായിരിക്കും. ഇതിൻ്റെ അകത്ത് ഒരു മെഴുക് പോലുള്ള വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടും. ഇൻഫെക്ഷൻ അധികം വരാതിരിക്കാനും പാത്തോജൻസ് അകത്ത് കടക്കാതിരിക്കാനും അതിനകത്ത് മെഴുക് പോലുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ മരത്തിന്റെ ബാർക്കിലോ മരപ്പട്ടയിൽ ഉണ്ടാകുന്ന ചെറിയ സുഷിരങ്ങളെയാണ് ലെൻഡ് സെല്ലുകൾ എന്ന് പറയുന്നത്. ലെൻഡ് സെല്ലിനകത്ത് കാണപ്പെടുന്ന ലൂസ്ലി ആയിട്ട് കാണപ്പെടുന്ന ഡെഡ് സെല്ലുകളെ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി കോശങ്ങൾ എന്ന് പറയുന്നു. അതിനകത്ത് മെഴുക് പോലുള്ള ആവരണമുള്ള കലകളായിരിക്കും കാണപ്പെടുന്നത്. ഈ ലെൻഡ് സെല്ലുകൾ ഏകദേശം ലെൻസിന്റെ ആകൃതിയിലുള്ള ഓപ്പണിംഗ് ആയിരിക്കും, സുഷിരമായിരിക്കും. പ്രോപ്പർ എയറേഷന് വേണ്ടി, വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ചില ചെടികളിൽ ഈ കോംപ്ലിമെന്ററി സെല്ലുകൾ, കോശങ്ങൾ വളരെ അടുക്കി കോമ്പാക്ട് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇതിനെ ക്ലോസിംഗ് ലെയർ എന്നൊക്കെ അറിയിക്കും. ചില ചെടികളിൽ ലൂസായിട്ട്, മെജോറിറ്റി ലൂസായിട്ടായിരിക്കും കോംപ്ലിമെന്റ് ടിഷ്യൂ ഹോളിനകത്ത് കാണപ്പെടുന്നത്. എന്നാൽ ചില ചെടികളിൽ വളരെ അടുക്കി ഇതിന്റെ സെല്ലുകളെ വളരെ കോമ്പാക്ട് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ക്ലോസിംഗ് ലെയർ. അപ്പോൾ കോർട്ടക്സ് ഭാഗത്ത് പുതുതായിട്ടുണ്ടായ ക്യാമ്പിയമാണ് കോർത്ത് ക്യാമ്പിയം. കോർത്ത് ക്യാമ്പിയം അഥവാ ഫെല്ലോജൻ. അതിന്റെ പുറത്തോട്ടുണ്ടായത് ഫെല്ലം അഥവാ കോർത്ത്, അകത്തോട്ടുണ്ടായ സെക്കൻഡറി കോർട്ടക്സ് ഓർ ഫെല്ലോഡ്. ഇതിന് 3നെയും ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു? പെരീഡം എന്ന് പറയുന്നു. പെരീഡമിന് 3 പാളിയുള്ളത്. ഏറ്റവും പുറത്ത് ഫെല്ലം, നടുക്ക് ഫെല്ലോജൻ, അകത്ത് ഫെല്ലോഡ്. വാസ്കുലർ ക്യാമ്പ് എവിടെയാണ് കാണപ്പെടുന്നത്? ഏറ്റവും ഉള്ളിലല്ലേ. ഈ വാസ്കുലർ ക്യാമ്പിന്റെ അകത്തോട്ട് സൈലം ഉണ്ട്, സെക്കൻഡറി സൈലം. പുറത്തോട്ടുണ്ടായ സെക്കൻഡറി ഫ്ലോയം. ആ സെക്കൻഡറി ഫ്ലോയം മുതൽ ഈ പറഞ്ഞ ടിഷ്യൂസ് എല്ലാം വരെ, അതായത് സെക്കൻഡറി ഫ്ലോയം, അത് പിന്നെ വരുന്നത് പെരീഡം ആയിരിക്കും. ഇതെല്ലാത്തിനും ചേർത്തിട്ടാണ് ടെക്നിക്കലായിട്ട് നമ്മൾ ബാർക്ക് അഥവാ മരപ്പട്ട എന്ന് പറയുന്നത്. മരത്തിന്റെ പട്ട എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും ഔട്ടർ മുതൽ, അതായത് പെരീഡം മുതൽ പിന്നീട് നേരത്തെ ഉണ്ടായ സെക്കൻഡറി ഫ്ലോയം വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ബാർക്ക് അഥവാ മരപ്പട്ട എന്ന് പറയുന്നത്. ഈ ബാർക്ക് ഉണ്ടാവുന്ന അനുസരിച്ച് അതിനും പേരുണ്ട്. ആദ്യം സീസണിൽ ഉണ്ടാവുന്ന മരപ്പട്ടകളെ എയർലി ബാർക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ബാർക്ക് എന്നും, പിന്നീട് ഉണ്ടാവുന്ന, പിന്നെ അടുത്ത സീസണിൽ ഉണ്ടാവുന്ന കട്ടിയുള്ള ബാർക്കിനെ ലേറ്റ് ബാർക്ക് അല്ലെങ്കിൽ ഹാർഡ് ബാർക്ക് എന്നും പറയും. ഇങ്ങനെയാണ് ഒരു സ്റ്റെം വണ്ണം വയ്ക്കുന്നത്. 2 ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് വണ്ണം വയ്ക്കുന്നത്. നേരത്തെ കണ്ട ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ ലെയറുകളെല്ലാം കറക്റ്റ് കാണാൻ കഴിയും. ആ ചിത്രം നോക്കുക. കണ്ട, ഔട്ടർ ബാർക്ക്, അത് കഴിഞ്ഞിട്ട് ഇന്നർ ബാർക്ക്. ഇന്നർ ബാർക്കിൽ എന്താണ്? സെക്കൻഡറി ഫ്ലോയോ ഫോർത്ത് ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സാപ്പ് വുഡ്, ഹേർട്ട് വുഡ്, പിന്നെ ലേറ്റ് വുഡ്, എയർലി വുഡ്, അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട് റിങ്ങുകളായിട്ട്. എയർലി വുഡ് എന്ന് വെച്ചാൽ ആ സീസൺ അനുസരിച്ചുള്ള പേരാണ്. സെന്ററിൽ മൊത്തം കാണുന്ന ഭാഗത്തിന് ഹാർട്ട് വുഡ് എന്നും, പുറത്തുള്ള വെള്ള ഭാഗത്തിന് സാപ്പ് വുഡ് എന്ന് പറയും. പിന്നെ അതിൽ ഓരോരോ റിംഗ് ആയിട്ട് കാണപ്പെടുന്നതാണ് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡ്. ഏറ്റവും പുറത്ത് ബാർക്ക് കാണുന്നത്. ബാർക്കിനോട് ചേർന്നായിരിക്കും സെക്കൻഡറി ഫ്ലോയം കാണുന്നത്. സെക്കൻഡറി ഫ്ലോയം തൊട്ടാണ് നമ്മൾ ബാർക്ക് എന്ന് അറിയുന്നത്. അടുത്തത് വേരിന്റെ ദ്വിതീയ വളർച്ചയാണ്. വളരെ സിമ്പിൾ ആണ്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ. വേരിന്റെ പ്രത്യേകത എന്താണ്? വേരിൽ ക്യാമ്പിയമേ ഇല്ല. ഒരിടത്തും മെരിസ്റ്റം കാണുന്നില്ല. സൈലത്തിനും ഫ്ലോയത്തിനും എവിടെയെങ്കിലും ക്യാമ്പിയം ഉണ്ടോ? ക്ലോസ്ഡ് ബണ്ടിലാണ്, ക്യാമ്പിയം ഇല്ല. അപ്പൊ ഇവിടെ പുതുതായിട്ട് ക്യാമ്പിയം ദ്വിതീയമായിട്ട് ഉണ്ടാകും. നേരത്തേക്ക് വാസ്തുവിനെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഒരു ക്യാമ്പിയമേ ആബ്സെന്റ് ആണ്. ആ സമയമാകുമ്പോൾ ഉണ്ടാവും. എവിടെ നിന്ന് ഉണ്ടാവും എന്ന് വെച്ചാൽ ആ ചിത്രം നോക്കാം. പ്രൈമറി ഫ്ലോയത്തിന് തൊട്ട് താഴെ ലൈറ്റ് പച്ചക്കളറിൽ കൊടുത്തിരിക്കുന്നുണ്ട്, ചെറിയൊരു ചന്ദ്രക്കല പോലെ. ഫ്ലോയത്തിന് തൊട്ട് താഴെയുള്ള അവിടെയുള്ള കൺജക്റ്റീവ് ടിഷ്യൂസിലെ കുറച്ച് കോശങ്ങൾ മെരിസ്റ്റമായിട്ട് ഒരു ചെറിയ മെരിസ്റ്റം ബാൻഡായിട്ട് മാറും. അതുപോലെ പ്രൈമറി പ്രോട്ടോസൈലത്തിന്റെ, ചെറിയ സൈലത്തിന്റെ മുകൾ ഭാഗത്ത് പെരിസൈക്കിൾ ഭാഗത്തും ചെറിയൊരു ക്യാമ്പിൽ സ്പ്രിംഗ് പൊങ്ങി. 2ാം ചിത്രം നോക്കുക. ചുമന്ന കളറിൽ കാണുന്ന സൈലത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു ക്യാമ്പിൽ സ്ട്രിപ്പ് ഉണ്ടായി. നേരത്തെ പറഞ്ഞ ഫ്ലോയത്തിന്റെ അടിഭാഗത്ത് കൺജക്റ്റീവ് ടിഷ്യൂന്റെ ഭാഗത്തും എന്ത് ചെയ്യും? പുതിയ ക്യാമ്പിൽ റിംഗ് സ്റ്റാൻഡുകൾ ഉണ്ടാവും. ഈ സ്റ്റാൻഡുകൾ ജോയിൻ ചെയ്ത് ഒരു വേവ് പോലത്തെ ഒരു ക്യാമ്പിൽ റിംഗ് ഉണ്ടാവും. വേവി ആയിട്ടുള്ള തരംഗ രൂപത്തിലുള്ള ഒരു വേവ് പോലുള്ള ഒരു ക്യാമ്പിയം ഉണ്ടാവും. പിന്നീട് അത് നിവർന്ന് റിംഗ് കറക്റ്റ് സർക്കിൾ ആകൃതിയിലായിട്ട് മാറുകയും നേരത്തെ പറഞ്ഞതുപോലെ സീസൺ വെച്ച് അകത്തോട്ടും പുറത്തോട്ടും പുതിയ സൈലത്തിനെയും ഫ്ലോയത്തിനും ഉണ്ടാകുന്നു. ആ സമയത്ത് ഔട്ടർ ലെയർ പൊട്ടിപ്പോകുമ്പോൾ അവിടെ പെരിഡേമ് ഫോം ചെയ്യും. കാണ്ടം വണ്ണം വയ്ക്കുന്ന അതേ സമയത്ത് വേര് വണ്ണം വയ്ക്കും. അല്ലെങ്കിൽ ചെടി കൊഴുതു വീഴില്ലേ?
കാണ്ഡത്തിന്റെ കട്ടിക്കനുസരിച്ച് വേരും വണ്ണം വയ്ക്കാറ്. ഡൈക്കോട്ടിന്റെ സ്റ്റെമ്മും റൂട്ടും വണ്ണം വയ്ക്കും. എന്നാൽ മോണോക്കോട്ട് സ്റ്റെം ഏകബീജ പത്രങ്ങളിൽ സ്റ്റെമ്മോ റൂട്ടോ എന്ത് ചെയ്യുന്നില്ല, വണ്ണം വയ്ക്കാറ്. ഇവിടെ ക്യാമ്പ്യത്തിന്റെ ആക്ടിവിറ്റിയാണ് ആകെ ഒരു വ്യത്യാസം. ക്യാമ്പ്യം ഇല്ല, രണ്ടാമതായിട്ട് സെക്കൻഡറി ആയിട്ടാണ് ഉണ്ടാകുന്നത്. എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത് മാത്രം നോട്ട് ചെയ്യുക. സൈലത്തിന് മുകളിലായിട്ടും ഫ്ലോയത്തിന് താഴെയുമായിട്ട് കഞ്ചക്റ്റീവ് ടിഷ്യൂവിന്റെ അവിടെയും പെരിസകൾ ഭാഗത്തും ക്യാമ്പിൽ ബാൻഡുകൾ ഉണ്ടാവുകയും അത് ചേർന്നൊരു വേവി ക്യാമ്പിയം ഉണ്ടാവുകയും പിന്നെ റിംഗ് ആയിട്ട് മാറി ആക്ടിവിറ്റി നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ആണ് ഡിസ്കസ് ചെയ്തത്. റൂട്ട് സ്റ്റെം എങ്ങനെ വണ്ണം വെക്കുന്നതാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം സിലബസിലെ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് വുഡ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡിയം, ലെൻഡിസെൽ, ആനുവൽ റിംഗ് എന്ന ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ചേർത്താണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.